ഹലോ, വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചേമ്പ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ പച്ചപ്പുളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചപ്പുളി പറിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ പച്ചപ്പുളി ഇല്ലെങ്കിൽ നമ്മൾ സാധാ കറിയിലിടുന്ന പുളിയില്ലേ, വാളംപുളി, ഉണങ്ങിയ പുളി, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്നാവുന്ന കറിയാം. നമ്മൾ ചേമ്പ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും പച്ചപ്പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പച്ചപ്പുളി നല്ലപോലെ കഴുകി കുറച്ച് വെള്ളത്തിൽ ഇതിനെ തിളപ്പിച്ച് ഉടച്ചെടുക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നു പോകും. അപ്പോൾ നല്ലപോലെ ഉടച്ചിട്ട് നമുക്ക് ഈ പുളിവെള്ളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് പച്ചപ്പുളി ഇല്ലെങ്കിൽ നോർമൽ വാളംപുളീൻ്റെ വെള്ളം യൂസ് ആക്കിയാലും മതി. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചേമ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 പച്ചമുളക് നടുവിലൂടെ കീറിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ചേമ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ 3 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേമ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചപ്പുളിയുടെ ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ പച്ചപ്പുളിയുടെ വെള്ളം ഒഴിക്കുന്ന സെയിം ടൈമിൽ തന്നെ വേണമെങ്കിൽ നല്ലപോലെ ഫൈനായിട്ട് തേങ്ങ അരച്ചതും ആഡ് ചെയ്യാം. ഞാനിവിടെ തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടമെങ്കിൽ ഈ പച്ചപ്പുളി ആഡ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ തേങ്ങ അരച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കടുക് വറുത്താൽ മതി.